ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ആരാധനയുടെ മധ്യത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. തൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ നമ്മെ ക്രിസ്തുയേശുവിൽ നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. കർത്താവ് അത് പൂർത്തീകരിക്കും. ഹല്ലേലൂയ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശ ജീവനുള്ള പ്രത്യാശ. Glory to God. ദൈവമക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന പ്രത്യാശയുടെ മഹത്വം എന്ന് പറയുന്നത് ആ പ്രത്യാശയ്ക്ക് ജീവനുണ്ട്. ലോകത്തിൽ മറ്റൊരു പ്രത്യാശയ്ക്ക് ഒരുപാട് പ്രത്യാശകൾ ലോകത്തിലുണ്ട്, പല കാര്യങ്ങളിലെയും പ്രത്യാശകൾ ലോകത്തിലുണ്ട്. പക്ഷേ മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന മരണത്തിനപ്പുറത്തേക്കുള്ള നിത്യജീവന്റെ പ്രത്യാശ, അതിൽ ജീവനുണ്ട്. കാരണം ആ പ്രത്യാശ ക്രിസ്തുവിൽ നൽകപ്പെട്ടിരിക്കുമ്പോൾ ക്രിസ്തു മരണത്തിനെ ജയിച്ച് ജീവനിൽ കടന്നിരിക്കൊണ്ട് തന്നിൽ വിശ്വസിക്കുന്നവർക്കും ആ മഹിമ പ്രാപിപ്പാൻ കഴിയും. ആ ജീവന്റെ പ്രത്യാശയിലേക്ക് നമ്മെ ക്രിസ്തുയേശുവിലൂടെ തിരഞ്ഞെടുത്തിരിക്കാൻ ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അത് പ്രാപിപ്പാൻ വിശ്വാസത്തോടു കൂടിയ പലവിധമായ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വിശ്വാസത്തിൻ്റെ തൂണുകളായി എണ്ണപ്പെട്ടിരിക്കുന്ന ഹാബേലിനെ കുറിച്ചും ഹാനോക്കിനെ കുറിച്ചും നോഹയെ കുറിച്ചും നമുക്ക് അല്പമായി ചിന്തിപ്പാൻ കർത്താവ് സഹായിച്ചു. ഇന്നും നോഹയെ കുറിച്ച് തന്നെ അല്പമായി കൂടെ ചിന്തിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അങ്ങനെ ഹാബേലിനെ കുറിച്ച്, ഹാനോക്കിനെ കുറിച്ച്, നോഹയെ കുറിച്ച്, അബ്രഹാമിനെ കുറിച്ച്, ഇസഹാക്കിനെ കുറിച്ച്, യാക്കോബിനെ കുറിച്ച്, യോസേഫിനെ കുറിച്ചും മോശയെ കുറിച്ചുമൊക്കെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന വേദഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായമാണ്. ആ 11-ാമത്തെ അധ്യായത്തിൽ ഹാബേൽ വിശ്വാസത്തിൻ്റെ ആരാധനയെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? അവിടെ ഹാബേലിൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുന്നു. ദൈവഹിതം ചെയ്യുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ദൈവസന്നിധിയിൽ സമ്പൂർണമായി യാഗമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ആരാധിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യാനുള്ള വിശ്വാസം. നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടിയ വിശ്വാസമല്ല അവിടെ കാണിക്കുന്നത്. നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നമ്മുടെ വഴികളും ആഗ്രഹങ്ങളും എല്ലാം ത്യജിച്ചുകൊണ്ട്, ത്യാഗം ചെയ്തുകൊണ്ട്, യാഗം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ടുള്ള ആരാധന. ദൈവഹിതം ചെയ്യുവാനുള്ള വിശ്വാസം, ദൈവ ഇഷ്ടം ചെയ്യുവാനുള്ള വിശ്വാസം. ഹാബേലിൻ്റെ ആരാധനയെ ഇന്നും ഹാബേലിൻ്റെ ആരാധന സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അവിടെ വചനം വെളിപ്പെടുത്തുന്നത്. എല്ലാ കാലത്തിലും ആരാധനയെക്കുറിച്ച്, ഹാബേലിൻ്റെ ആരാധനയെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. ഇന്നും ഹാബേൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വചനത്തിൽ നമ്മൾ കാണും. ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നു. ഒന്നാമത് കാണുന്നത് ആരാധനയാണ്. ഹാനോക്കിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തോട് ചേർന്ന് നടക്കുന്ന കാര്യം. ഗ്ലോറി ടു ഗോഡ്. നോഹയെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചു. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളിൽ കാണപ്പെടേണ്ടിയ കാര്യങ്ങൾ എന്താണെന്ന് മകളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിശ്വാസത്തിന്റെ തൂണുകളായി എണ്ണപ്പെട്ടിരിക്കുന്ന ഭക്തന്മാരായ ഹാബേലും ഹാനോക്കും നോഹയും അബ്രഹാമും ഇസഹാക്കും യാക്കോബും യോസേഫും മോശയും, അവർ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വാസത്തോടു കൂടി അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഈ 11-ാമത്തെ അധ്യായത്തിൽ ഓരോ വ്യക്തികളെയും നമ്മൾ നോക്കുമ്പോൾ ഭൂരിഭാഗം പേരെയും ഒരൊറ്റ വാക്യത്തിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അതിനെ കുറിച്ച് വച്ചിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഹാബേലിന്റെ ആരാധനയെ കുറിച്ച് പരിശുദ്ധാത്മാവിന് രേഖപ്പെടുത്തുവാൻ ഒരൊറ്റ വചനമാണ് അതിനകത്ത് എന്ത് ചെയ്യുന്നത്, എടുത്തിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ അതിനകത്തുള്ള ആത്മീയ അർത്ഥങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ നമുക്ക് ധ്യാനിക്കാനുള്ളത് ആ ഒരൊറ്റ വാക്യത്തിനകത്തുണ്ട്. ഹാനോക്കിനെ കുറിച്ചും ഒരു വാക്യമാണ് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തിരിക്കുന്നത്, 11-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഭക്തനായ ഒരു മനുഷ്യൻ, മരണം കാണാതെ എടുക്കപ്പെട്ട അനുഭവം. ആദാം തുടങ്ങി 7-ാമനാണ് ഹാനോക്ക്. ആദാം ഹവ്വമാർ ദൈവത്തെ
അനുസരിക്കാത്തത് നിമിത്തം, അവർ പാപം നിമിത്തം എന്ത് ചെയ്തു? അവർ മരണപ്പെട്ടു. അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നുള്ള അനുഭവത്തിൽ ആത്മീയ മരണം, സ്പിരിച്വൽ ഡെത്ത് ഏദൻ തോട്ടത്തിൽ എന്ത് ചെയ്യുന്നു? സംഭവിക്കുന്നു. ആദാം തുടങ്ങി 7-ാം തലമുറയിലായിരിക്കുന്ന ഹാനോക്ക് ആദാം ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തെ എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി. അനുസരണക്കേട് നിമിത്തം ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം പുലർത്താൻ ആദാം ഹവ്വമാർക്ക് കഴിയാതിരിക്കുമ്പോൾ ഹാനോക്ക് 7-ാം തലമുറയിൽ പൂർവ്വപിതാക്കന്മാരായ ആദാം ഹവ്വമാർ നഷ്ടപ്പെടുത്തിയ കാര്യം ഹാനോക്ക് തിരിച്ചു പിടിക്കുന്നു. അവർക്ക് ജീവിതത്തിൽ വന്നു ഭവിച്ച മരണം എന്നുള്ള വിഷയത്തെ ഹാനോക്ക് അതിജീവിക്കുന്നു. ദൈവത്തോട് ചേർന്ന് നടന്നത് നിമിത്തം മരണം കാണാതെ ഹാനോക്ക് എടുക്കപ്പെടുന്നു. ആദാം ഹവ്വമാരെ മരണം കീഴ്പ്പെടുത്തിയപ്പോൾ ഹാനോക്ക് അതിനെ ജയിച്ച് ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുന്നു. അങ്ങനെ ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കുന്ന, കർത്താവായ യേശുക്രിസ്തു ഒരുക്കിയ രക്ഷാപദ്ധതി വിശ്വസിക്കുന്ന, കർത്താവായ യേശുക്രിസ്തു ഒരുക്കിയ നീതീകരണം, പുനരുത്ഥാനത്തിലൂടെയുള്ള നീതീകരണം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ഹാനോക്ക് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടതുപോലെ, മരണം കാണാതെ ഹാനോക്ക് എടുക്കപ്പെട്ടതുപോലെ അവരും എടുക്കപ്പെടുമെന്നുള്ള കാര്യം പരിശുദ്ധാത്മാവ് ഹാനോക്കിന്റെ ജീവിതത്തിലൂടെ എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആശിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വരുവാനുള്ളവൻ വരും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ദൈവസഭ കാത്തിരിക്കുന്നത് കർത്താവിന്റെ വരവിനെയാണ്, കർത്താവിന്റെ മധ്യാകാശത്തിലെ വരവിനെയാണ്. യേശു ശിഷ്യന്മാരോട് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പിതാവിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി ഭവനം ഒരുക്കിയതിനന്തരം മടങ്ങി വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന ശ്രേഷ്ഠതയേറിയ വാഗ്ദത്തം കർത്താവ് നൽകുകയും, കർത്താവ് സകല ശിഷ്യന്മാരും നിൽക്കുമ്പോൾ സകല ജനവും കാണുകെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നു. സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് സംസാരിക്കുന്നു. മനുഷ്യപുത്രൻ ഇങ്ങനെ സ്വർഗാരോഹണം ചെയ്തതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ദൈവസഭയുടെ പ്രത്യാശ ഏതാണ്? അപ്പോൾ ഇനി എത്രയും അല്പകാലം കഴിയുമ്പോൾ വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ തന്നോടുകൂടെ ജീവിക്കും. വരുവാനുള്ളവൻ വരുമ്പോൾ തന്നോടുകൂടെ ജീവിക്കും. അവിടെ എൻ്റെ നീതിമാൻ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ നീതീകരിക്കപ്പെട്ടവർ, യേശുവിന്റെ പുനരുത്ഥാനത്തിലൂടെ നീതീകരിക്കപ്പെട്ടവർക്ക് നിത്യജീവൻ ക്രിസ്തുവിലൂടെ ഉണ്ടെന്നുള്ള ഉറപ്പുണ്ട്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ സംഭവിച്ചത് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന സകല ശിക്ഷാവിധികളും പിതാവാം ദൈവം എന്നെ രക്ഷിക്കേണ്ടുന്നതിനു വേണ്ടി, ലോകജനതയെ രക്ഷിക്കേണ്ടുന്നതിന് വേണ്ടി എൻ്റെ മേലുള്ള സകല ശിക്ഷാവിധിയും, ലോകജനതയുടെ സകല ശിക്ഷാവിധിയും കർത്താവിൻ്റെ മേൽ ചുമത്തപ്പെട്ടതുകൊണ്ട് അവൻ മരണശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ ലോകജനം എല്ലാവരും കർത്താവ് ഒരുക്കിയ രക്ഷാപദ്ധതി എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. ദൈവവചനം ഓർപ്പിക്കുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. എന്നാൽ വിശ്വസിച്ച് സ്നാനമേറ്റ് ദൈവത്തോട് ചേരുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുമ്പോൾ നമ്മൾ കർത്താവ് പറയുന്ന ആ വചനത്തിൽ നമ്മൾ അവകാശികളാവുകയാണ്. എൻ്റെ നീതിമാൻ എന്ന പദത്തിൽ നമുക്ക് ആ അവകാശം പ്രാപിപ്പാൻ കഴിഞ്ഞിരിക്കുന്നു. യേശുവോട് പറഞ്ഞു, എൻ്റെ നീതിമാൻ എന്ന് പറയുന്നത് ഞാൻ ക്രൂശിൽ നീതീകരിച്ച നീതിമാൻ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം എന്താണ്? യേശുവിന്റെ പുനരുദ്ധാനം. യേശുവിന്റെ ക്രൂശ് മരണത്തിൽ ശിക്ഷാവിധിയിൽ നിന്ന് നമുക്ക് രക്ഷ എന്ത് ചെയ്തു? പ്രാപിക്കാൻ കഴിഞ്ഞു. യേശുവിന്റെ പുനരുത്ഥാനത്തിലോ ന്യായപ്രമാണം അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും എന്നുള്ള ദൈവത്തിന്റെ വചന വാഗ്ദത്ത നിവർത്തി ക്രിസ്തുവിൽ പുനരുത്ഥാനത്തിൽ സംഭവിച്ചു. കാരണം ന്യായപ്രമാണത്തെ പൂർണ്ണമായി വള്ളിയും പുള്ളിയും വ്യത്യാസമില്ലാതെ യേശുവിന്റെ ശരീരം അനുസരിച്ചതുകൊണ്ട് തന്നിൽ അധിവസിച്ചിരുന്ന
പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് എന്ന് പറയുന്നത് ന്യായപ്രമാണത്തെ പൂർണ്ണമായി ക്രിസ്തു എന്ത് ചെയ്തു? അനുസരിക്കുമ്പോൾ തന്നിൽ അധിവസിച്ചിരുന്ന പരിശുദ്ധാത്മാവ് ന്യായപ്രമാണം സംബന്ധിച്ച് വിശുദ്ധിയുടെ ആത്മാവാണ്. കർത്താവിന്റെ ശരീരത്തിൽ ന്യായപ്രമാണം പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? അനുസരിച്ചത് കൊണ്ട് വിശുദ്ധിയുടെ ആത്മാവാണ്. ആ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടത് എപ്പോഴാണ്? കർത്താവിന്റെ പുനരുത്ഥാനത്തിലാണ്. ഹല്ലേലൂയ. ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടത്. അപ്പോൾ ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷയും നമുക്ക് അവകാശമാക്കാൻ കഴിയും. നീതീകരണത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ട നിത്യജീവനും വിശ്വാസത്താൽ നമുക്ക് അവകാശമാക്കാൻ കഴിയും. അതുകൊണ്ടാണ് അവിടെ നമ്മൾ വായിച്ചത്, എൻ്റെ നീതിമാൻ, ഞാൻ നീതീകരിച്ച എൻ്റെ നീതിമാൻ. കർത്താവ് നീതീകരിച്ചത് എവിടെയാണ്? ക്രൂശ് മരണത്തിൽ. കർത്താവ് നീതീകരിച്ചത് എവിടെയാണ്? യേശുവിന്റെ പുനരുദ്ധാനത്തിൽ. യേശുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് രക്ഷ കരസ്ഥമാക്കിയവരും യേശുവിന്റെ പുനരുദ്ധാനത്തിലൂടെ നിത്യജീവൻ അവകാശമാക്കുവാനുള്ള നീതീകരണം വിശ്വാസത്താൽ അവകാശമാക്കിയവർക്കും വേണ്ടി കർത്താവ് മധ്യാകാശത്തിൽ വരും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. ഞാൻ ക്രൂശിൽ നീതീകരിച്ചവർ, എൻ്റെ പുനരുദ്ധാനത്തിലൂടെ ഞാൻ നീതീകരിച്ചവർ കർത്താവിന്റെ വരവിൽ ചേർക്കപ്പെടും. പഴയ നിയമ ഭക്തന്മാർക്ക് ദൈവം ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ന്യായപ്രമാണം അനുസരിക്കുന്നവൻ അതിനാൽ എന്ത് ചെയ്യുന്നു? ജീവിക്കുന്നു. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിലെ രണ്ട് വശങ്ങൾ ജീവനും മരണവും. അനുസരിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും, രണ്ടാം മരണത്തിൽ പോകും. എന്നാലോ പുതിയ നിയമത്തിൽ നമ്മൾ യേശുക്രിസ്തുവിൽ വരുമ്പോൾ വിശ്വാസ നീതീകരണത്തിനാണ് നമ്മൾ അവകാശികളായിരിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വാസ നീതീകരണത്തിൽ പൗലോസ് അപ്പോസ്തലൻ അത് ചോദിക്കുന്നുണ്ട് ആത്മാവിൽ. നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ടാണോ അതോ ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടതിനാലാണോ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരിക്കുന്നത്? ന്യായപ്രമാണത്തിനെ പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചപ്പോഴാണ് ആത്മാവ് നിങ്ങളിലേക്ക് ഇറങ്ങി വന്നത്? അതോ യേശുക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിച്ചപ്പോഴാണോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ഇറങ്ങി വന്നത്? ആ ചോദ്യം. അപ്പോൾ വിശ്വാസത്തിന്റെ പ്രസംഗം, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ലഭിക്കുന്ന ഭൗമികമായ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന അഭിഷേകമല്ല ഇവിടെ പറയുന്നത്. ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്ന നീതീകരണം എനിക്ക് അവകാശമാക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം. ക്രൂശിന്റെ വചനം രക്ഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ മക്കൾക്ക് അത് ദൈവത്തിന്റെ ശക്തിയാണ്. നശിച്ചു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ക്രൂശിന്റെ വചനം അത് ഭോഷത്വമാണ്. ലോകത്തിൽ നശിച്ചു പോകുന്നവരുടെ കാര്യമല്ല അവിടെ പറയുന്നത്. നിത്യമായ നാശത്തിലേക്ക്, അവന്റെ ആത്മാവിന്റെ രണ്ടാം മരണത്തിലേക്ക് പോകുന്നവർക്ക് ക്രൂശിൽ സംഭവിച്ചിരിക്കുന്ന സത്യങ്ങളെ വിളിച്ചു പറയുമ്പോൾ അത് അവന് ഭോഷത്വമായിരിക്കും. എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവത്തിന്റെ ശക്തി എവിടെയാണ് വെളിപ്പെടുന്നത്? രക്ഷിക്കപ്പെടുവാനുള്ള ശക്തി. എവിടെ നിന്ന് രക്ഷിക്കപ്പെടുവാനുള്ള ശക്തി? ലോകം, ജഡം, പാപം, പിശാച് എന്നിവയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി ക്രൂശിന്റെ വചന നിമിത്തം അത് സംഭവിക്കും. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മാവിന്റെ രക്ഷ പൂർണ്ണമായും അവന് പ്രാപിക്കാൻ കഴിയുന്ന ഒരിടമേ ഉള്ളൂ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അപ്പോൾ അങ്ങനെ വിശ്വാസത്താൽ രക്ഷയും വിശ്വാസത്താൽ നീതീകരണവും ലഭിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കർത്താവ് പകർന്നിരിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ കർത്താവിന്റെ വരവാണ്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ വരാനുള്ളവൻ വരുമ്പോൾ തന്നോടുകൂടെ നിത്യതയിൽ ജീവിക്കും. ഹല്ലേലൂയ. എന്നിട്ടാണ് പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ആശിക്കുന്നത് എന്താണ്? കർത്താവിന്റെ വരവ്. ഗ്ലോറി ടു ഗോഡ്. അത് ഇന്ന് വരെ ലോകത്തിൽ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല, സംഭവിച്ചിട്ടില്ല. അത് ഇനി സംഭവിക്കാനുള്ള കാര്യമാണ്. ആ സംഭവിക്കാനുള്ള കാര്യത്തെ എന്ത് ചെയ്തു? കാണാത്ത കാര്യത്തിൽ നമുക്ക് എന്തുണ്ട്? നിശ്ചയമുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നു?
പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹാബേൽ ദൈവത്തെ വിശ്വസിച്ചു, ആരാധിച്ചു. എടുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, എടുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സഭ ദൈവത്തെ ആരാധിക്കേണ്ടിയത് എങ്ങനെ ആരാധിക്കണം എന്നുള്ളത് ഒന്നാമത് ചൂണ്ടിക്കാണിക്കുന്നു. ഹാബേൽ ദൈവത്തെ ആരാധിച്ചതിനെ ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ 1-2 ആഴ്ചയ്ക്ക് പുറകിൽ നമുക്കത് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി. ഹാബേൽ ദൈവത്തെ ആരാധിച്ചതുപോലെ ആരാധിക്കണം. ഹാബേൽ ദൈവം പ്രസാദിച്ചു, അവന്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചു, അവന്റെ നടപ്പിൽ ദൈവം എന്ത് ചെയ്തു? പ്രസാദിച്ചു. അവന്റെ ആരാധനയിലും ഹാബേൽ വിശ്വാസത്തോടു കൂടി ദൈവത്തെ എന്ത് ചെയ്തു? ആരാധിച്ചു. എന്താണ് തന്റെ വിശ്വാസത്തിന്റെ വ്യത്യാസം? എല്ലാം ലഭിക്കുമെന്നുള്ള വിശ്വാസമല്ല ഹാബേലിന്റെ വിശ്വാസം. ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ സന്നിധിയിൽ ആ ആടിനെ യാഗമാക്കുന്നത് പോലെ എന്നെ തന്നെ ഞാൻ ദൈവസന്നിധിയിൽ സമ്പൂർണമായി അർപ്പിക്കുന്നു. അർപ്പിച്ചതിനനന്തരം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. അവന്റെ ഇഷ്ടമത്രേ എന്നിൽ സംഭവിക്കുന്നത്, അവന്റെ ഹിതമത്രേ എന്നിൽ സംഭവിക്കുന്നത്, അവന്റെ പ്രവൃത്തി അത്രേ എന്നിൽ സംഭവിക്കുന്നത്. ഹാബേലിൽ ദൈവം പ്രസാദിച്ചു. തന്റെ പിതാവ് ആദാം ഹവ്വമാർ തെറ്റിയപ്പോൾ അത് നിമിത്തം അവർക്കുണ്ടായ നഷ്ടം എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഹാബേലിന് ബോധ്യമുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ആ ബോധ്യത്തിൽ നിന്ന് അപ്പനമ്മമാർക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവത്തെ, ദൈവ സാന്നിധ്യത്തെ, ദൈവ സംസർഗത്തെ, ദൈവ സ്പർശനത്തെ മടക്കിയെടുക്കുവാൻ ഹാബേൽ എന്ത് ചെയ്യുന്നു? വിശ്വാസത്തോടുകൂടി ദൈവത്തെ എന്ത് ചെയ്യുന്നു? പ്രസാദിപ്പിച്ച് ജീവിച്ച് ആരാധിക്കുന്നു. അവനിൽ ദൈവം എന്ത് ചെയ്തു? പ്രസാദിച്ചു. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കിയത് ഹാനോക്കിനെ കുറിച്ചാണ്. അപ്പോൾ എടുക്കപ്പെടുവാനുള്ള ദൈവത്തിന്റെ സഭ ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നതുപോലെ എന്ത് ചെയ്യണം? ചേർന്ന് നടക്കണം. ഹാനോക്കിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കുന്നത് ഹല്ലേലൂയ. എന്നാൽ ഹാനോക്കിനെ സംബന്ധിച്ച് വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ആദ്യത്തെ പദം തന്നെ എന്താണ്? മരണം കാണാതെ എടുക്കപ്പെടുവാനുള്ള വിശ്വാസം യേശുക്രിസ്തു വന്നതിന് ശേഷമുണ്ടായ വിശ്വാസമല്ല. ആദാമിൽ തുടങ്ങി 7ാം തലമുറയിലായിരിക്കുന്ന ഹാനോക്കിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ ക്രിസ്തു പുനരുദ്ധാനം ചെയ്ത് തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുകയും പുനരുദ്ധാനം പ്രാപിച്ച കാര്യങ്ങളെക്കുറിച്ച് ശിഷ്യന്മാർ സഭയ്ക്ക് എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ കാലങ്ങൾ ഇതുവരെയായി കർത്താവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ച് പ്രസംഗിച്ചിട്ടും ജനത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരുടെ പുനരുദ്ധാനം ക്രിസ്തുവിലൂടെ അവകാശമാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമല്ല ഉണ്ടാകുന്നത്. വിശ്വസിച്ചാൽ ലഭിക്കുന്ന കേവലം ഭൗമികമായ കാര്യങ്ങളാണ് ലഭിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ അതിന്റെ പിറകെ പോകുമ്പോൾ യേശുക്രിസ്തു വരുന്നതിന് മുൻപ് ആദാമിന് ശേഷം 7ാം തലമുറയിലായിരുന്ന ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്ന് തന്റെ പൂർവ്വപിതാവായ ആദാം ഹവ്വമാർ പാപം നിമിത്തം മരണത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ടുവെങ്കിൽ ഹാനോക്കോ ദൈവത്തോട് ചേർന്ന് നടന്ന് എടുക്കപ്പെടുന്ന ഒരനുഭവത്തിലേക്ക് തന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ക്രമപ്പെടുവാനിടയായി. ഈ ഭൂമിയിൽ കർത്താവെന്നും ഇറങ്ങി വന്ന് ആദാം ഹവ്വമാരോട് കൂടി കൂട്ടായ്മ ആചരിപ്പാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിച്ചു. അനുസരണക്കേടെന്നുള്ള ഏകപാപം നിമിത്തം ആദാം ഹവ്വമാർക്ക് ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ടു പോയെങ്കിൽ 7ാം തലമുറയിലെ ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നു. ഇന്നും നമ്മളിവിടെ പ്രസംഗിക്കുമ്പോഴും ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് ഭൂമിയിലല്ല സ്വർഗത്തിൽ നടക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. നഷ്ടപ്പെട്ടു പോയ അവകാശം ഹാനോക്ക് തിരിച്ചു പിടിച്ചുവെങ്കിൽ യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷയും നീതീകരണവും ശുദ്ധീകരണവും നമ്മൾ പ്രാപിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടി ഹാബേൽ ദൈവത്തെ ആരാധിച്ചതുപോലെ ആരാധിക്കുന്നുണ്ടെങ്കിൽ, ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നതുപോലെ നാമും ദൈവത്തോട് ചേർന്ന് നടക്കുന്നുവെങ്കിൽ, ഹാനോക്ക് ദൈവസന്നിധിയിൽ എടുക്കപ്പെട്ടതുപോലെ അനധിവിദൂര ഭാവിയിൽ ദൈവത്തിന്റെ സഭ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നമ്മൾ എന്തിനാണ് ദൈവസന്നിധിയിൽ വരുന്നത്? എങ്ങനെയാണ് നമ്മൾ ദൈവസന്നിധിയിൽ ആരാധിക്കുന്നത്? ആര് നടന്നതുപോലെയാണ് ദൈവത്തോട് ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുന്നത്. ഹാനോക്കിനും അപ്പുറത്തേക്ക് വീണ്ടും വരുമ്പോൾ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ
ദൈവമുണ്ടോ എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ഇവിടെ പറയുന്ന പ്രതിഫലം, ഹാബേൽ പ്രാപിച്ച പ്രതിഫലം എന്തായിരുന്നു? ദൈവം പ്രസാദിച്ചു. ആരാധനയിലെ വ്യത്യാസം എന്തായിരുന്നു? തന്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടി ദൈവത്തെ എന്ത് ചെയ്തു? ആരാധിച്ചു. ആ ആരാധനയിൽ ലഭിക്കുന്ന കാര്യങ്ങളായിരുന്നില്ല, ത്യാഗമായിരുന്നു, സമർപ്പണമായിരുന്നു, സമ്പൂർണമായുള്ള യാഗമായിരുന്നു. ഹല്ലേലൂയ. ഹാനോക്ക് ദൈവത്തോട് എന്ത് ചെയ്തു? ചേർന്ന് നടന്നു. നിഷ്ഠൂരന്മാർ ഹാനോക്കിനെതിരെ എന്ത് ചെയ്തു? കഠിനമായ വാക്കുകൾ പ്രയോഗിച്ചു. ഹാനോക്കിന്റെ തലമുറയിൽ ഒരു മനുഷ്യൻ മാത്രമാണ് ദൈവത്തോട് എന്ത് ചെയ്തത്? ചേർന്ന് നടന്നത്. എങ്കിലും വിശ്വാസത്തോടുകൂടി ഹാനോക്ക് തന്റെ ദൗത്യം എന്ത് ചെയ്യുന്നു? പൂർത്തീകരിക്കുന്നു. ഹല്ലേലൂയ. ഹാനോക്കിന്റെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ താൻ എന്ത് ചെയ്യുന്നു? വരുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഈ തലമുറയിൽ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ദൈവത്തിന്റെ സഭയുടെ പ്രത്യാശയും കർത്താവിന്റെ വരവിൽ ചേർക്കപ്പെടും എന്നുള്ള പ്രത്യാശയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് വീണ്ടും ചിന്തിക്കാൻ കഴിയുന്നത് നോഹയെ കുറിച്ചാണ്. ഗ്ലോറി ടു ഗോഡ്. നോഹ ദൈവത്തിന്റെ വചനത്തെ എന്ത് ചെയ്തു? അനുസരിച്ചു. ദൈവത്തിന്റെ ശബ്ദത്തെ എന്ത് ചെയ്തു? അനുസരിച്ചു. തന്നിമിത്തം ഒരു പെട്ടകം പണിയുവാൻ നോഹയുടെ ജീവിതത്തിന് ദൈവം എന്ത് ചെയ്തു? കൃപ കൊടുത്തു. ഹാബേൽ വിശ്വാസത്താൽ ആരാധിച്ചു. ഹാനോക്ക് വിശ്വാസത്താൽ കൂടെ നടന്നു. നോഹ വിശ്വാസത്താൽ എന്ത് ചെയ്തു? അനുസരിച്ചു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വഴിയിലൂടെയൊക്കെയുള്ള യാത്രയല്ല, വചനത്തിലൂടെ എന്ത് ചെയ്യണം? യാത്ര ചെയ്യണം. ഗ്ലോറി ടു ഗോഡ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പെന്ന് പറയുന്നത് ലോകത്തിലുള്ള കാര്യങ്ങളെ അല്ല. ഇവിടെ ആശിക്കുന്ന കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ എന്ത് ചെയ്യും? ജീവിക്കും. ഗ്ലോറി ടു ഗോഡ്. നിത്യതയിൽ ദൈവത്തോടു കൂടി ജീവിക്കും. ഹാബേൽ ദൈവത്തിന് ജീവിക്കുന്നു. ഹാനോക്ക് ദൈവത്തിന് ജീവിക്കുന്നു. നോഹ ദൈവത്തിന് ജീവിക്കുന്നു. വചനത്തിൽ വെളിപ്പെടുത്തുന്നു. ദൈവത്തെക്കുറിച്ച് പറയുന്നു, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. അവരൊക്കെയും ദൈവത്തിന് ഇന്നും എന്ത് ചെയ്യുന്നു? ജീവിക്കുന്നു. ലോകത്തിൽ അവർ എന്ത് ചെയ്തു? മരണപ്പെട്ടു പോയവരാണ്. എന്നാൽ അവരൊക്കെയും ദൈവത്തിന് ജീവിക്കുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായകർത്താവ് ഒരുവൻ. കാരണം അവരൊക്കെയും ദൈവത്തിന് ജീവിച്ചിരിക്കുന്നു. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായകർത്താവ് ഒരുവൻ. അവനെ നമ്മൾ ഭയപ്പെടണം. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു ഭക്തനെ കുറിച്ച് കാണുന്നത് നോഹയെ കുറിച്ചാണ്. നോഹയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം 7-ാമത്തെ വാക്യം. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട്. നേരത്തെ നമ്മൾ വായിച്ചു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ആ കാര്യം പറഞ്ഞിട്ട് 8 വിശ്വാസത്തിന്റെ ധീരന്മാരെ, വിശ്വാസത്തിന്റെ തൂണുകളായിട്ടുള്ളവരെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ നോഹയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതുവരെ കാണാത്ത കാര്യത്തെ ദൈവം പറയുകയാണ്. എന്താണ് അതുവരെ കാണാത്തത്? മഴ എന്നുള്ള കാര്യം അതുവരെയും ഭൂമി എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. പക്ഷെ കാണാത്ത കാര്യത്തെ ദൈവം എന്ത് ചെയ്തു? നോഹയോട് പറഞ്ഞു, മഴ അയച്ച് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ജനത്തെ നശിപ്പിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ നോഹ വിശ്വസിച്ചു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിലെ നിശ്ചയം. അതുവരെയും കാണാത്ത കാര്യത്തെ കുറിച്ച് എന്ത് ചെയ്തു? അരുളപ്പാടുണ്ടായപ്പോൾ അത് വിശ്വസിച്ചു. ന്യായവിധിയെ കുറിച്ച് അരുളപ്പാടുണ്ടായപ്പോൾ അത് വിശ്വസിച്ചു. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവസഭയെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവജനമേ, ഒരു ന്യായവിധി വരുന്നുണ്ട് യേശുക്രിസ്തുവിലൂടെ. ആ ന്യായവിധി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ ദൈവമൊരുക്കിയ രക്ഷാപദ്ധതിയിലൂടെ
കഴിഞ്ഞ 2000 വർഷങ്ങളായി ദൈവം നോഹയ്ക്ക് പെട്ടകം ഡിസൈൻ ചെയ്ത് കൊടുത്തതുപോലെ യേശുക്രിസ്തുവിലൂടെ പണിയപ്പെടുന്ന ഒരു പെട്ടകമുണ്ട്. അതാണ് ദൈവത്തിന്റെ സഭ. ഗ്ലോറി ടു ഗോഡ്. വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് നോഹയ്ക്ക് അരുളപ്പാടുണ്ടായപ്പോൾ തൻ്റെയും തൻ്റെ കൂടെയുള്ളവരെയും സംരക്ഷിക്കേണ്ടുന്നതിന് ഒരു പെട്ടകം പണിയാൻ ദൈവം പറഞ്ഞപ്പോൾ വിശ്വാസത്താൽ പെട്ടകം നോഹ എന്ത് ചെയ്തു? പണിതു. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ സഭ, വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, ഈ തലമുറയിലെ ജനം നശിച്ചു പോകാതിരിക്കേണ്ടുന്നതിന് യേശുക്രിസ്തുവിലൂടെ ഒരുക്കിയ രക്ഷാപദ്ധതിയെ വിളംബരം ചെയ്യുകയും യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിലൂടെ നിത്യജീവൻ അവകാശമാക്കാൻ കഴിയുമെന്നുള്ള സുവിശേഷം, ദാവീദിന്റെ കുലത്തിൽ നിന്ന് ജനിച്ച് ജീവിച്ച് മരിച്ചു പോയിട്ടുള്ള സകലരും ഉള്ളപ്പോൾ, ദാവീദിന്റെ കുലത്തിൽ നിന്ന് ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട ക്രിസ്തുവോ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. പൗലോസ് വിളിച്ചു പറയുകയാണ്, പുനരുദ്ധാനം പ്രാപിച്ചിരിക്കുന്നു. പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തുവാണ് ഞങ്ങൾക്ക് പറയാനുള്ള സുവിശേഷം. ഗ്ലോറി ടു ഗോഡ്. സ്ത്രീയുടെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് മൺമറഞ്ഞു പോകുമ്പോൾ സ്ത്രീയുടെ സന്തതിയായി തന്നെ ഈ ഭൂമിയിൽ ക്രിസ്തു അവതരിച്ചത്. ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിക്കുമ്പോൾ നമ്മളിൽ ഒരുവനെ പോലെ ക്രിസ്തു ഭൂമിയിൽ എന്ത് ചെയ്തു? ഭക്ഷണപാനീയങ്ങൾ നിമിത്തം, ഈ ഭൂമിയിലെ ശ്വാസം നിമിത്തവും തന്നെയാണ് ക്രിസ്തുവും ശരീരത്തിൽ എന്ത് ചെയ്തത്? ജീവിച്ചത്. എന്നാലോ ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ക്രിസ്തു എന്ത് ചെയ്തു? 3-ാം ദിവസം പുനരുദ്ധാനം പ്രാപിച്ചു. അതാണ് പൗലോസ് പറഞ്ഞത്, സ്ത്രീയുടെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് അവിടെ അവസാനിക്കുകയില്ല, അവൻ പുനരുദ്ധാനം പ്രാപിച്ചു. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ള സുവിശേഷം. പുനരുദ്ധാനത്തിന് അനന്തരമുള്ളതാണ് ഞങ്ങൾക്കുള്ള സുവിശേഷം. അതാണ് ലോകം കാണാത്ത വെളിച്ചം. മരണത്തിനപ്പുറത്തേക്കുള്ള വെളിച്ചമാണ് ലോകം കാണാത്തത്. ലോകം കാണാത്ത വെളിച്ചം ക്രിസ്തുവിൽ ഞങ്ങൾ കണ്ടിരിക്കുന്നു. മരണത്തിനപ്പുറം മനുഷ്യന് നിത്യജീവൻ ഉണ്ട് എന്ന് ക്രിസ്തു പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും കർത്താവ് അത് പറഞ്ഞ് ജീവിക്കുകയും കർത്താവിന്റെ ജീവിതത്തിൽ അത് വെളിപ്പെടുത്തിക്കൊണ്ട് പുനരുദ്ധാനം ചെയ്ത് ശിഷ്യന്മാരുടെ ഇടയിൽ വെളിപ്പെട്ടുകൊണ്ട്, നിങ്ങൾ എന്നെ സ്പർശിച്ചു നോക്കുവേൻ, തോമാസിനോടും പറയുകയാണ്, ഹാലേലൂയ, സ്പർശിച്ചു നോക്കി അവൻ പുനരുദ്ധാനം പ്രാപിച്ചവനെന്ന് ഉറപ്പ് പ്രാപിച്ചവരാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഞങ്ങളുടെ കണ്ണ് കണ്ടവൻ, ഞങ്ങളുടെ സ്വന്തം ചെവി കേട്ടവൻ, ഞങ്ങൾ ആരും കാണാത്ത കാര്യങ്ങൾ, ഹല്ലേലൂയ, ഞങ്ങളുടെ കണ്ണ് കണ്ടു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഞങ്ങൾ അവനെ സ്പർശിച്ചു നോക്കി. ഗ്ലോറി ടു. യേശു ജീവിച്ചിരുന്നപ്പോൾ യേശുവിനെ കണ്ടു. യേശു ജീവിച്ചിരുന്നപ്പോൾ കർത്താവ് സംസാരിച്ച കാര്യം കേട്ടു. യേശു ജീവിച്ചിരുന്നപ്പോൾ കർത്താവിനെ സ്പർശിച്ചു നോക്കിയവർ, യേശുവിനെ ക്രൂശിക്കുന്ന സന്ദർഭത്തിൽ ക്രൂശിന്റെ ചുവട്ടിൽ നിന്നവർ, അവന്റെ മരണം ഉറപ്പാക്കിയപ്പോൾ കുന്തം കൊണ്ട് വിലാപ്പുറം കുത്തി അവസാനതുള്ളി രക്തം വരെയും ഊറ്റപ്പെട്ടപ്പോൾ അതിന് ദൃക്സാക്ഷികളായി അവന്റെ മരണത്തെ കണ്ടവർ, ക്രൂശിൽ നിന്ന് ഇറക്കിയത് കണ്ടവർ, അല്ലെങ്കിൽ കല്ലറക്കൽ കൊണ്ടുവയ്ക്കുന്നത് കണ്ടവർ, 3-ാം ദിവസം പുനരുദ്ധാനം ചെയ്തതും കണ്ടവർ വിളിച്ചു പറഞ്ഞു, ലോകത്തിന്റെ വെളിച്ചം ഞങ്ങൾ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ അവനെ കേട്ടിരിക്കുന്നു. മരിക്കുന്നതിന് മുമ്പും ഞങ്ങൾ അവനെ തൊട്ടു, മരിച്ചതിന് ശേഷം പുനരുദ്ധാനം ചെയ്തതിനു ശേഷവും ഞങ്ങൾ അവനെ തൊട്ടറിഞ്ഞു. അവനാണ് ഞങ്ങൾക്കുള്ള നിത്യജീവൻ. ആ കാര്യത്തെക്കുറിച്ച് ദർശനം ലഭിച്ചവർ, അത് വിശ്വസിക്കുന്നവർ, ആ മധ്യാകാശത്തിലെ കർത്താവിന്റെ വരവിനെ കുറിച്ച് വ്യക്തമായ ധാരണയും വിശ്വാസമുള്ളവര്, നോഹ പെട്ടകം പണിതതുപോലെ ദൈവസഭ പണിയപ്പെടുന്ന ആ കൂട്ടായ്മയിലേക്ക് നിനക്കും വരാൻ കഴിയും, എനിക്കുമായിരിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ അരുളപ്പാട് എന്ത് ചെയ്തു? നോഹയ്ക്ക് ലഭിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. അതുവരെ കാണാത്ത മഴയെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ നോഹ കണ്ടതുകൊണ്ടാണോ അത് വിശ്വസിച്ചത്? ന്യായവിധിയാണ് അത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടതുകൊണ്ടാണോ വിശ്വസിച്ചത്? കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഒരുക്കിയ രക്ഷാപദ്ധതി വിശ്വാസത്താൽ അവകാശമാക്കാൻ കഴിയാത്തവർ ന്യായവിധിയിലേക്ക് കടന്നു പോകുമെന്ന് ദൈവസഭയ്ക്ക് ബോധ്യമുണ്ടെങ്കിൽ, നോഹ പെട്ടകം പണിതതുപോലെ ദൈവസഭയ്ക്കും പെട്ടകം പണിയുവാൻ കഴിയും. ദൈവസഭ പണിയുവാൻ. കർത്താവ്
അന്ത്യകാലത്തിന്റെ അടയാളം ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ പറഞ്ഞ എന്താണ്? നോഹയുടെ കാലഘട്ടം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും എന്ന് പറയുമ്പോൾ, നോഹയുടെ കാലഘട്ടത്തിൽ 100 ചില്ലറ വർഷം എന്ത് ചെയ്തു? നോഹ പരിശ്രമിക്കുന്നു. 2 മേഖലയിൽ പരിശ്രമിക്കുകയാണ്. ഒന്ന്, പെട്ടകം പണിയുവാനുള്ള പരിശ്രമം. 2, ഈ ദൗത്യം വിളിച്ചറിയിക്കുകയാണ്. ദേശമേ, ന്യായവിധിക്കാൻ പോവുകയാണ് ദൈവം. ഈ ന്യായവിധിയിൽ നിന്ന് നിങ്ങൾ രക്ഷ പ്രാപിക്കണമെങ്കിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ പെട്ടകത്തിനകത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? കടക്കണമെന്നുള്ള പ്രസംഗം നോഹ പ്രസംഗിയാര് 100 ചില്ലറ വർഷം എന്ത് ചെയ്തു? പ്രസംഗിക്കുകയാണ്. ഹല്ലേലൂയ. താൻ പണിയുന്ന പെട്ടകത്തിൽ താനും തന്നോടുകൂടെ 7 പേരും എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കപ്പെടുന്നു. വിശ്വാസം ഉണ്ടെങ്കിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകും. വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യേണ്ടുന്നതിനുള്ള സമർപ്പണം ഉണ്ടാകും. പെട്ടകം പണിയണം എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടുള്ള ബോധ്യം എന്ത് ചെയ്യും? ഉണ്ടാകും. ഹല്ലേലൂയ. അതിൽ നിന്ന് പിന്മാറാതെ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളിൽ എന്ത് ചെയ്യും? 100 വർഷത്തിന് മുകളിൽ എന്ത് ചെയ്തു? നോഹ എന്ത് ചെയ്യുന്നു? പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ. ആമോസിന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. നമ്മൾ സേവിക്കുന്ന ദൈവം, നമ്മൾ ആരാധിക്കുന്ന ദൈവം, ഒരു ന്യായവിധി വരുന്നുണ്ടെങ്കിൽ ആ ന്യായവിധിയെ കുറിച്ച് തന്റെ ഭക്തന്മാർക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കും. ഹല്ലേലൂയ. നോഹയുടെ കാലഘട്ടത്തിൽ ജനം ദുഷ്ടത നിറഞ്ഞപ്പോൾ, പാപികളായപ്പോൾ, നിഷ്ഠൂരന്മാരായപ്പോൾ, ഭൂമി നശിച്ചിരിക്കുന്നു എന്ന് ദൈവം കണ്ടപ്പോൾ, ആ തലമുറയെ നീക്കിക്കളയേണ്ടുന്നതിന് ദൈവം ന്യായവിധിയുടെ പദ്ധതി ഒരുക്കിയപ്പോൾ നോഹയിൽ ദൈവം എന്ത് ചെയ്യുന്നു? പ്രസാദിക്കുന്നു. ഹല്ലേലൂയ. നോഹയിൽ ദൈവം പ്രസാദിച്ചിട്ട് നോഹയോട് എന്ത് ചെയ്യുന്നു? ദൈവം ആ കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം 8-ാം വാക്യം മുതൽ, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ, നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഗ്ലോറി ടു ഗോഡ്. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ്. അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ, ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. എന്നിട്ട് അടുത്തൊരു ഊന്നൽ നൽകിക്കൊണ്ടൊരു കാര്യം പറയുന്നു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. എന്തൊരു മഹത്വം അല്ലേ? ഗ്ലോറി ടു ഗോഡ്. ദൈവം കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. ദൈവം കൽപ്പിച്ച കാര്യങ്ങൾ ഒഴിഞ്ഞുപോയി എന്നല്ല, ദൈവം കൽപ്പിച്ച കാര്യങ്ങൾ ലാഘവത്തോടു കൂടി കണ്ടു എന്നല്ല, ദൈവം കൽപ്പിച്ച കാര്യങ്ങൾക്ക് ഒഴിവ് കഴിവുകൾ പറഞ്ഞു എന്നല്ല, ദൈവം കൽപ്പിച്ചതൊക്കെയും നോഹ അങ്ങനെ തന്നെ ചെയ്തു. അങ്ങനെ നോഹ ചെയ്യാതിരുന്നില്ല എങ്കിൽ ഇന്നീ കാണുന്ന മാനവകുലം കാണത്തില്ല. ദൈവം സകല ജനത്തെ എന്ത് ചെയ്തേനെ? ന്യായം വിധിച്ച് കളഞ്ഞേനെ. നോഹ ദൈവത്തെ പ്രസാദിപ്പിച്ചതുകൊണ്ട്, ദൈവം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചതുകൊണ്ട്, ദൈവം പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്തത് കൊണ്ട്, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അതിൻ്റെ അനുഗ്രഹമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ നോഹയെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന ആ വേദഭാഗത്തിൽ 7-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ അരുളപ്പാട്, വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ചിട്ടുള്ള അരുളപ്പാട്, അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാനുള്ള പെട്ടകം പണിയേണ്ടുന്നതിനുള്ള അരുളപ്പാട് ലഭിച്ചിരിക്കുന്ന ദൈവമക്കളിൽ കാണുന്ന ഒരു അടയാളമുണ്ട്. അവർക്ക് ഭയഭക്തി ഉണ്ടാകും. നോഹ എന്ത് ചെയ്തു? ഒഴിവ് കഴിവുകൾ പറഞ്ഞില്ല. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ആലോചന കേട്ടപ്പോൾ തന്നെ തനിക്കൊരു കാര്യം ഉണ്ടായി. എന്നാണ്? ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട്, ഗ്ലോറി ടു ഗോഡ്,
ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. അപ്പൊ വിശ്വാസത്താൽ നോഹയ്ക്ക് എന്ത് കിട്ടി? നീതി. ആ നീതി നിമിത്തം പെട്ടകം എന്ത് ചെയ്തു? സംരക്ഷിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ഓർത്തുകൊള്ളണം, ന്യായവിധിക്കപ്പെട്ട വെള്ളം തന്നെയാണ് പെട്ടകത്തെ സംരക്ഷിച്ചത്. വെള്ളം ഒരു കൂട്ടം ജനത്തെ എന്ത് ചെയ്തു? ശിക്ഷ വിധിച്ച് തള്ളുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ 10 ലക്ഷത്തിലധികം ആൾക്കാർ ജീവിച്ചിരുന്ന കാലഘട്ടം എന്നാണ് ചരിത്രം പറയുന്നത്. ഈ 10 ലക്ഷം പേരെ ശിക്ഷ വിധിച്ച വെള്ളം 7 പേരോടുകൂടി നോഹ 8 പേരെ എന്ത് ചെയ്തു? സംരക്ഷിച്ചു. ഒരേ വെള്ളം സംരക്ഷിക്കുകയും ശിക്ഷ വിധിക്കുകയും ചെയ്തു. ഒരേ വചനം സംരക്ഷിക്കുകയും ചെയ്യും, ന്യായം വിധിക്കുകയും ചെയ്യും. ഇത് ദൈവജനം അറിയുന്നില്ല. Glory to God. Hallelujah. ഇവിടെ വായിച്ചതെന്താണ്? അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു. തന്റെ വിശ്വാസം എന്ത് ചെയ്തു? ലോകത്തെ കുറ്റം വിധിക്കുന്നതായിരുന്നു. കാരണം 100 ചില്ലറ വർഷം പ്രസംഗിച്ചിട്ടും എന്ത് ചെയ്തില്ല? ജനം ആ കാര്യം എന്ത് ചെയ്തില്ല? കേട്ടില്ല. ഇന്ന് 2000 വർഷമായിട്ട് എന്ത് ചെയ്യുന്നു? പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യുന്നില്ല? ജനം എന്ത് ചെയ്യുന്നില്ല? പെട്ടകത്തിനകത്തോട്ട് എന്ത് ചെയ്യുന്നില്ല? കയറുന്നില്ല. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായി സഭയ്ക്ക് അടിസ്ഥാനപ്പെട്ട് പണിയുമ്പോൾ അതിനോട് ചേർന്ന് ജീവനുള്ള കല്ലുകളായി നാമും അതിനോട് ചേർന്ന് യുക്തമായി പണിയപ്പെട്ട് കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് പണിയപ്പെടുമ്പോൾ അതാണ് മന്ദിരം. ആ മന്ദിരത്തിൽ ദൈവത്തിന്റെ മഹിമ എന്ത് ചെയ്യുന്നു? വെളിപ്പെടുന്നു. Glory to God. ആ മന്ദിരം ശോഭയുള്ളതായി കർത്താവിന്റെ വരവിൽ എന്ത് ചെയ്യുന്നു? എടുക്കപ്പെടുന്നു. അപ്പോൾ നോഹയുടെ പെട്ടകം ജലപ്രളയത്തിൽ സംരക്ഷിച്ചതുപോലെ ദൈവത്തിന്റെ സഭയാകുന്ന പെട്ടകം നിത്യമായ ന്യായവിധിയിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട് നിത്യജീവനിലേക്ക് എന്ത് ചെയ്യും? കടക്കപ്പെടും. അതിന് നോഹയ്ക്കുണ്ടായ വിശ്വാസത്തിന്റെ പ്രവൃത്തി ദൈവസഭയ്ക്കുണ്ടാകണം. Glory to God. അപ്പോൾ വിശ്വാസത്താൽ ഹാബേൽ ആരാധിച്ചു. ആരാധന വിശ്വാസത്താൽ. ഹാനോക്ക് വിശ്വാസത്താൽ നടന്നു. നോഹ വിശ്വാസത്താൽ പ്രവർത്തിച്ചു. വിശ്വാസത്തിന്റെ ആരാധന ഹാബേലിനെ പോലെ നമ്മൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ, വിശ്വാസത്തോടുകൂടി ഹാനോക്ക് തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കുന്നുണ്ടെങ്കിൽ, ദൈവം ഏൽപ്പിക്കുന്ന അടുത്ത ഒരു ദൗത്യമാണ് വിശ്വാസത്തോടു കൂടിയ പ്രവൃത്തി, വിശ്വാസത്തോടു കൂടിയ ആരാധന, വിശ്വാസത്തോടു കൂടിയ നടത്ത, വിശ്വാസത്തോടു കൂടിയുള്ള പ്രവൃത്തി. ഇത് നിമിത്തം ദൈവം എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ, രക്ഷിക്കുകയോ ശിക്ഷ വിധിക്കുകയോ ചെയ്യുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും എന്ന് പറഞ്ഞ് ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരാനുള്ളവൻ വരും, താമസിക്കയില്ല, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിച്ചിട്ട് വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ആരാധിച്ച ഹാബേലിനെ കുറിച്ച്, ദൈവം പ്രസാദിച്ച നടത്തയിലൂടെ ഹാനോക്ക് വിശ്വാസം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണ വിശ്വാസത്തോടെ ഏറ്റെടുത്തുകൊണ്ട് 100 ചില്ലറ വർഷം പ്രസംഗിക്കുകയും 100 ചില്ലറ വർഷം ഹല്ലേലൂയ മടിപ്പില്ലാതെ നീതിപ്രസംഗിയായ നോഹ, ദൈവവചനത്തിൽ അത് കാണുന്നു. നീതിപ്രസംഗിയായ നോഹ, ഒരു പ്രസംഗിയാർക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ പദവി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അവനെ വിളിക്കണം നീതിപ്രസംഗി. ആ ഒരു പദം നോഹ കരസ്ഥമാക്കി. ഗ്ലോറി ടു ഗോഡ്. ഈ അന്ത്യനാളുകളിലും നോഹയെ പോലെ നീതിപ്രസംഗികളായിരിക്കുന്ന ഭക്തന്മാരായ കർത്താവിന്റെ ദാസന്മാർ എഴുന്നേറ്റ് വരാത്തിടത്തോളം കാലം നീതിപ്രസംഗം വെളിപ്പെടുത്തുകയോ ന്യായവിധിയിൽ നിന്ന് ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കേണ്ടുന്നതിന് ക്രൂശ് മരണത്തിലൂടെ കർത്താവ് ഒരുക്കിയ രക്ഷാപദ്ധതിയെ വെളിപ്പെടുത്തുകയോ അവന്റെ പുനരുദ്ധാനത്തിലൂടെ നീതീകരണം നമുക്ക് ലഭ്യമാണെന്ന് വെളിപ്പെടുത്താൻ കഴിയുകയോ ദൈവം ആലോചന കൊടുക്കുന്നതിനനുസരിച്ച് പെട്ടകം പണിയാനോ തനിക്കും തന്നോടുകൂടെ ആയിരിക്കുന്ന ദൈവമക്കൾക്കും ഒരുമിച്ച് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാനോ കഴിയാതെ പോകും. Glory to God. അത് ദൈവത്തിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ക്രമം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്ന ഹാബേലിനെ നോക്കണം, ഹാനോക്കിനെ നോക്കണം, ദൈവം ഏൽപ്പിച്ച പ്രവൃത്തി അനുസരിച്ച നോഹയെ നോക്കണം. Glory to God. Hallelujah.
ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം. നോഹ പ്രസംഗിച്ച പ്രസംഗം ന്യായവിധിയിലേക്ക് പോകാൻ താല്പര്യപ്പെട്ടിരുന്നവർ അതെന്ത് ചെയ്തിരുന്നില്ല, വിശ്വസിച്ചിരുന്നില്ല. നോഹ അത് വിശ്വസിച്ചു. അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായപ്പോൾ എന്ത് ചെയ്തു, വിശ്വസിച്ചു. അപ്പൊ ന്യായവിധിയാണ് അതുവരെ എന്ത് ചെയ്ത കാണാത്തത്. നേരത്തെ നമ്മൾ വായിച്ചു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. കാണാത്ത കാര്യമാണ് ദൈവം നോഹയുടെ എന്ത് ചെയ്തത് പറഞ്ഞത്. എന്തായിരുന്നു? ന്യായവിധി. ഹല്ലേലൂയ. നമ്മൾ 10-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യത്തിൽ നമ്മൾ നോക്കി എന്താണ്? ഇനി എത്രയും അല്പകാലം വരും, വരാനുള്ളവൻ വരും, താമസിക്കയില്ല, എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇതും പറഞ്ഞിട്ട് ആണ് വിശ്വാസത്തെക്കുറിച്ച് താഴോട്ട് പറയുകയും വിശ്വാസത്തിന്റെ ആരാധനയെക്കുറിച്ച് പറയുകയും വിശ്വാസത്തോടുകൂടി ദൈവത്തോട് ചേർന്ന് നടക്കുന്ന കാര്യത്തെ പറയുകയും വിശ്വാസത്തോടുകൂടി പെട്ടകം പണിയുന്ന കാര്യം പറയുമ്പോൾ ഇന്നത്തെ വിശ്വാസികൾ എന്ത് ചെയ്യുന്നു? വിശ്വാസത്താൽ എനിക്ക് അത് കിട്ടും, ഇത് കിട്ടും, എല്ലാം കിട്ടും. ദൈവം സ്വർഗത്തിലിരുന്ന് എന്ത് ചെയ്യുന്നു? അവനെ കണ്ട് പ്രസാദിക്കും. അപ്പൊ പിന്നെ ഹാബേൽ ആര്? അപ്പോ നോഹയാര്? ദൈവത്തോട് കൂടെ ചേർന്ന് നടന്ന ഹാനോക്കാര്. ദൈവത്തിന്റെ ആത്മാവ് എന്തിനു എഴുതി വെച്ചിരിക്കുന്നു? ഗ്ലോറി ടു ഗോഡ്. ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനുള്ള വിശ്വാസം, പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്ന നീതീകരണത്തിന് അനന്തരം നിത്യജീവൻ അവകാശമാക്കുവാനുള്ള വിശ്വാസം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏതെല്ലാം കാലഘട്ടത്തിലൂടെ പ്രവർത്തിച്ചു വരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഈ ഭാഗത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 18-ാം വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടുന്നതിന് നീതിമാനായി. ക്രിസ്തു നീതിമാനായി എന്ന് പറയുന്നതോടെ അർത്ഥമാക്കുന്ന എന്താണ്? ന്യായപ്രമാണത്തെ പൂർണ്ണമായി ക്രിസ്തു എന്ത് ചെയ്തു? തൻ്റെ ശരീരത്തിൽ നിവർത്തിച്ചത് കൊണ്ട് എൻ്റെ ശരീരത്തിന്റെ ബലഹീനത എന്ന് പറയുന്നത് എന്താണ്? ന്യായപ്രമാണത്തെ അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും എന്ത് ചെയ്തു? അയച്ചു. എൻ്റെ പാപത്തിന് കർത്താവിന്റെ ജഡശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഗ്ലോറി ടു ഗോഡ്. എൻ്റെ നീതീകരണത്തിന് വേണ്ടി ക്രിസ്തു ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? അനുസരിച്ചുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ വിശ്വാസ നീതീകരണത്തിന് അവകാശികളാക്കി മാറ്റി. അങ്ങനെ യേശുവിന്റെ പുനരുദ്ധാനത്തിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ വിശ്വാസ നീതീകരണത്തിന് അനന്തരം എനിക്ക് ലഭിക്കുന്ന നിത്യജീവനും ഞാൻ എന്ത് ചെയ്തു? അവകാശിയായി മാറുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വായിച്ചത്, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടുന്നതിനെന്ന് പറഞ്ഞാൽ നിത്യമായി ദൈവത്തോട് അടുപ്പിക്കേണ്ടുന്നത്, നിത്യമായി ദൈവസന്നിധിയിൽ ചേർക്കപ്പെടേണ്ടുന്നത്, ദൈവത്തോട് അടുപ്പിക്കേണ്ടുന്നതിന് എനിക്ക് വേണ്ടി അവൻ എന്ത് ചെയ്തു? നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. നീതി കെട്ടവരായ എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, അല്ല നമ്മുടെ ശിക്ഷാവിധികൾ നീങ്ങിപ്പോകേണ്ടുന്നതിന് വേണ്ടി യേശു എന്ത് ചെയ്തു? പാപം നിമിത്തം ഒരിക്കൽ 2000 വർഷം മുൻപ് ഒരിക്കൽ ക്രൂശിൽ കർത്താവ് എന്ത് ചെയ്തു? കഷ്ടം അനുഭവിച്ചു. കഷ്ടം അനുഭവിച്ചു ജഡത്തിൽ എന്ത് ചെയ്തു? മരണശിക്ഷ ഏൽക്കുകയും. കണ്ടോ, ജഡത്തിലാണ് ക്രൂശിൽ മരണശിക്ഷ എന്ത് ചെയ്തത്? ഏറ്റത്. തൊട്ടടുത്ത് പറയുന്നതാണ്, ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. മരണമെന്നുള്ള ശിക്ഷാവിധി കർത്താവിന്റെ ജഡത്തിൽ എന്ത് ചെയ്തു? സംഭവിക്കുമ്പോൾ തന്റെ ആത്മാവിൽ നീതി വെളിപ്പെടുന്നത് എങ്ങനെയാണ്? പുനരുത്ഥാനത്തിൽ. അതാണ് അവിടെ വായിക്കുന്നത്. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന്, അവിടെ വായിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കണം. ആത്മാവിൽ അവൻ ചെന്ന്, പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം, അപ്പോൾ ആത്മാവിൽ നോഹ പെട്ടകമൊരുക്കിയ സമയത്തിൽ ആര് പോയി? ക്രിസ്തു, പരിശുദ്ധാത്മാവ്. ദൈവവചനോടെ പറയുന്നു, ആത്മാവിൽ അവൻ ചെന്ന്
പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ പിതാവാം ദൈവം എന്ത് ചെയ്യുന്നു? ന്യായം വിധിക്കാതെ. കാരണം എന്താണ്? 10 ലക്ഷത്തോളം ജനം എന്ത് ചെയ്യുന്നു ഉള്ള കാലഘട്ടത്തിൽ അവരെ ന്യായം വിധിച്ച് കളയാതെ പെട്ടകം പണിയുന്ന സമയത്തിൽ പിതാവാം ദൈവം എന്ത് ചെയ്യുന്നു? ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഓർത്തുകൊള്ളണം, യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, എൻ്റെ ശാപങ്ങൾക്ക് വേണ്ടി, എൻ്റെ രോഗങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുകയും കർത്താവിൻ്റെ നീതീകരണത്തിന് വേണ്ടി പുനരുത്ഥാനം ചെയ്യുകയും ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷയും നീതീകരണത്തിന് അനന്തരം ലഭിക്കേണ്ട നിത്യജീവന്റെ പദ്ധതി ഒരുക്കിയിട്ട് 2000 ചില്ലറ വർഷം പിതാവാം ദൈവം എന്ത് ചെയ്യുന്നു? കാത്തിരിക്കുന്നു ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്തേക്ക് കയറുവാൻ, ദൈവസഭയാകുന്ന പെട്ടകത്തിനകത്തേക്ക് കയറുവാൻ. അന്ന് 10 ലക്ഷം ജനമാണ് ന്യായവിധിക്കപ്പെട്ടുവെങ്കിൽ ഇന്ന് നാം ആയിരിക്കുന്ന ഈ തലമുറയിൽ 850 കോടിയിൽ പരം ജനം ഇരിക്കുമ്പോൾ 2000-ഓളം വർഷം ആയി പിതാവാം ദൈവം എന്ത് ചെയ്യുന്നു? ന്യായവിധിയിൽ നിന്ന് ഈ ജനത്തെ രക്ഷിക്കേണ്ടുന്നതിന് ക്രിസ്തുവേശുവിലൂടെ ഒരുക്കിയ രക്ഷാപദ്ധതിയെ വിളംബരം ചെയ്തുകൊണ്ട് പിതാവാം ദൈവം കാത്തിരിക്കുകയാണ്. വചനം അത് പറയുന്നു. പെട്ടകം ഒരുക്കുന്ന സമയം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ഇവിടെ നോഹ പ്രസംഗിച്ചു എന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? നേരത്തെ ചിന്തിച്ചത്. പക്ഷേ പത്രോസിന്റെ ലേഖനത്തിൽ വരുമ്പോൾ യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അവൻ നീതീകരണം പ്രാപിച്ച് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് അവൻ പുനരുദ്ധാനം ചെയ്യുമ്പോൾ അവൻ പണ്ട് നോഹയുടെ കാലഘട്ടത്ത് പെട്ടകമൊരുക്കുന്ന സമയം പിതാവാം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായവരോട്, തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആര് പ്രസംഗിച്ചു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരിൽ പ്രസംഗിച്ചു? നോഹയിൽ പ്രസംഗിച്ചു. നോഹയിൽ പ്രസംഗിച്ച ആളാരാണ്? ക്രിസ്തു. ഇന്ന് ദൈവസഭയിൽ പ്രസംഗിക്കുന്നത് ആരാണ്? ക്രിസ്തു. Glory to God. Hallelujah. ജനം എന്ത് ചെയ്തു? അനുസരിച്ചില്ല. കാരണം അവിടെ വ്യക്തമായിട്ടിരിക്കുന്നു, തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആരുടെ തടവിലുള്ള ആത്മാക്കൾ? സാത്താന്റെ തടവിലുള്ള ആത്മാക്കളോട് ദൈവം എന്ത് ചെയ്തു? സംസാരിക്കുന്നു. ആരിലൂടെ? നോഹയിലൂടെ. പിശാചിന്റെ തടവിൽ അകപ്പെട്ടു പോയവരോടാണ് എന്ത് ചെയ്യുന്നത്? സംസാരിക്കുന്നത്. ആ തടവിൽ ഇരുന്നവർ ആ ബന്ധനത്തിൽ തന്നെ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. ഭയപ്പെടുക. വചനം വ്യക്തമാണ്. ഗ്ലോറി ടു ഗോഡ്. പിതാവാം ദൈവം ദീർഘക്ഷമയോടെ ഇരിക്കുന്നു. എന്തുകൊണ്ട് ദീർഘക്ഷമയോടെ ഇരിക്കുന്നു? എത്ര കാലമാണ് ദീർഘക്ഷമയോടെ ഇരുന്നു? 100 ചില്ലറ വർഷം എന്ത് ചെയ്തു? ദീർഘക്ഷമയോടെ ഇരുന്നു. കാരണം എന്താ? ആരേലും ഒരാളേലും യേശുവിന്റെ ഈ സുവിശേഷം നോഹയിലൂടെ അന്ന് പ്രസംഗിക്കുമ്പോൾ ഈ തടവിലുള്ള ആത്മാക്കളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും വിടുതൽ പ്രാപിക്കുന്നുണ്ടെങ്കിൽ പെട്ടകത്തോടുകൂടി അവനെയും കൂടെ രക്ഷിക്കേണ്ടുന്നതിന് പിതാവാം ദൈവം എന്ത് ചെയ്യുന്നു? കാത്തിരിക്കുമ്പോൾ ഈ അന്ത്യതലമുറയിൽ യേശുക്രിസ്തു മുഖാന്തരമുള്ള സുവിശേഷം വിളിച്ചറിയിക്കുമ്പോൾ സഭയാകുന്ന പെട്ടകത്തിനകത്തേക്ക് അന്തിമമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് ജാതികളുടെ സംഖ്യ തികഞ്ഞു വരേണ്ടിയ ആ സമയം പൂർത്തീകരിക്കുമ്പോൾ പെട്ടകം ദൈവസന്നിധിയിൽ എന്ത് ചെയ്യും? എടുക്കപ്പെടും. അന്നും ഇന്നും എന്നും തടവിലുള്ള ആത്മാക്കളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. നോഹയിൽ സംസാരിച്ചത് ആരാണ്? ക്രിസ്തുവാണ്. തെളിവ് ദൈവവചനത്തിൽ ഞാൻ വെളിപ്പെടുത്തി. പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 18ഉം 19ഉം വാക്യം വായിക്കുമ്പോൾ കൃത്യമായിട്ട് നോഹയിൽ വ്യാപരിച്ച ആത്മാവ് പരിശുദ്ധാത്മാവാണ്. നോഹയിൽ സംസാരിച്ചത് ക്രിസ്തുവാണ്. അതിനെ ജനം എന്ത് ചെയ്തു? തട്ടിക്കളഞ്ഞു. അതുകൊണ്ടാണ് കർത്താവ് വിളിച്ചു പറഞ്ഞത്, മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. തടവിലുള്ള ആത്മാക്കൾ എന്ത് ചെയ്യത്തില്ല? അത് കേൾക്കത്തില്ല, അത് അനുസരിക്കത്തില്ല. നിത്യജീവന് അവർ അവരെ തന്നെ എന്ത് ചെയ്തു? അയോഗ്യരായി എണ്ണിയിരിക്കുകയാൽ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു എന്ന് യഹൂദന്മാരെ വിട്ടിട്ട് പുറം ജാതികളിലേക്ക് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? തിരിയുന്നു. അപ്പോസ്തലന്മാരുമായി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി പുറം ജാതിയിലേക്ക് എന്ത് ചെയ്യുന്നു? തിരിയുന്നു. പുറം ജാതിയിലുള്ള ആൾക്കാരോ എന്താണ് വിശ്വസിക്കുന്നത്? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്. ഓരോ ബിരുദന്മാരായിട്ടുള്ളവർ പറയുന്നത് കേൾക്കണം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്. നീ എന്താണ് ആശിക്കുന്നത്? വീടാണോ, കാറാണോ, ബംഗ്ലാവാണോ, കൊട്ടാരമാണോ? ആ ആശിക്കുന്ന കാര്യത്തിൽ നീ എന്തി
വിശ്വസിക്കുന്നു, വിശ്വാസമൊന്നും ആശിക്കുന്നതിന്റെ ഉറപ്പും നീ അതങ്ങ് ഉറയ്ക്കണം. സ്വത്രം. ഏത് കളർ കാർ വേണം ചോദിക്കുന്നത് ഞാൻ കേട്ടതാണ്. മഞ്ഞ വേണോ, ചുവപ്പ് വേണോ, പച്ച വേണോ? ആ കാര്യത്തിൽ നീ എന്ത് ചെയ്യും? ഉറയ്ക്കുക. കണ്ണടച്ചെന്ത് ചെയ്യുക? അത് സ്വപ്നം കാണുക. ആ സ്വപ്നം കണ്ട കാര്യം നിനക്ക് കിട്ടിയെന്ന് നീ എന്ത് ചെയ്യുക? വിശ്വസിക്കുക. സ്വത്രം. നരകത്തിന്റെ അധമ താഴ്ചയിലേക്ക് ദൈവത്തിന്റെ വചനപ്രകാരം തള്ളിക്കളയും. വചനത്തിൽ നിന്ന് വ്യാഖ്യാനിക്കണം. വചനം ദൈവത്തിന്റെ ആത്മാവിൽ വ്യാഖ്യാനിക്കണം. ദൈവത്തിന്റെ സഭയിൽ ദൈവം തന്റെ ആത്മാവിനാൽ സംസാരിക്കുന്നതാണ് വചനം പറയും. സഭയിൽ അല്ലെങ്കിൽ ദൈവം തന്റെ ആത്മാവിൽ സംസാരിക്കും. ഗ്ലോറി ടു ഗോഡ്. ശുശ്രൂഷിക്കുന്നവർ ദൈവത്തിന്റെ ആലോചന എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? ശുശ്രൂഷിക്കണം എന്നാണ് പത്രോസ് ലേഖനം എഴുതുന്നത്. ഹല്ലേലൂയ. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ ആലോചന പ്രസംഗിക്കുന്നു എന്നുള്ള പോലെ എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തെ ഭയപ്പെടണം. നമ്മൾ തെറ്റായ ദിശയിലേക്ക് ജനത്തെ വഞ്ചിച്ചു കൊണ്ടുപോകുമ്പോൾ അവന്റെ ആത്മാവിന്റെ രക്ഷയും അവൻ നഷ്ടപ്പെടുത്തുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയാണ്. ഗ്ലോറി ടു ഗോഡ്. നിത്യജീവൻ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് ദൈവം വച്ചിരിക്കുന്നത്. ആ നിത്യജീവൻ അവകാശമാക്കുവാൻ നീ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത പക്ഷം നിന്റെ ആത്മാവിന്റെ മോക്ഷം അത് പാതാളത്തിൽ പോകും. യേശുവിനെ നീ ഇന്ന് രക്ഷിതാവായി സ്വീകരിച്ചാൽ നിനക്ക് നിന്റെ ആത്മാവിന്റെ രക്ഷ നിനക്ക് സ്വർഗത്തിൽ കരസ്ഥമാക്കാം. ഇല്ലാത്ത പക്ഷം നീ നിത്യമായ നരകത്തിലേക്ക് മാറ്റപ്പെടും. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവം, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ നീ അവനെ സേവിക്കണം. ഒഴിച്ചിട്ടാൽ എഴിച്ചു വന്നിട്ടുള്ള ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. അവനെ ഞങ്ങൾ സേവിക്കും, അവനെ ഞങ്ങൾ ആരാധിക്കും. ജീവിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ അവൻ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്, മരിക്കുന്നുവെങ്കിൽ അത് ലാഭം. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. ദൈവം ഒരിക്കൽ രക്ഷാപദ്ധതിയെ തള്ളിക്കളയുന്നവർ ന്യായവിധിയിലേക്ക് പോകും. ആമേൻ. ഹല്ലേലൂയ. ഹാനോക്ക് ന്യായവിധി ഗ്രഹിച്ചിരുന്നു. നോഹ ന്യായവിധി ഗ്രഹിച്ചിരുന്നു. നമ്മൾ ന്യായവിധി ഗ്രഹിച്ചിരിക്കുന്നുവോ? ഈ ലോകം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ന്യായവിധി വരാൻ പോകുന്നു. രക്ഷ വാതിൽക്കലാണ്. നീ ആ കാൽച്ചുവടുകൾ അവിടെ വയ്ക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ദൈവസന്നിധിയിൽ നിത്യമായി പ്രവേശിക്കാൻ കഴിയും. നോഹ വിശ്വാസത്താലുള്ള നീതിക്ക് എന്ത് ചെയ്തു? അവകാശമായി. അവൻ അവകാശം പ്രാപിച്ചു. വിശ്വാസത്താൽ എന്ത് അവകാശം പ്രാപിച്ചു? പെട്ടകം മുങ്ങിപ്പോയില്ല. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യം കൊണ്ട് നിശ്ചയവും. പെട്ടകം മുങ്ങിയോ? നോഹ അത് അവകാശമാക്കിയെങ്കിൽ എന്ത് അവകാശമാക്കാനാണ് ഇന്ന് ദൈവസഭ ആയിരിക്കുന്നത്? പെട്ടകം മുങ്ങാൻ പാടില്ല, സഭ മുങ്ങാൻ പാടില്ല, വിശ്വാസികൾ മുങ്ങാൻ പാടില്ല. നോഹ അതിനു വേണ്ടി പ്രയത്നിച്ചു. ഇന്ന് നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുന്നവരാകണം. ന്യായവിധിയിൽ മുങ്ങിപ്പോകാതെ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുന്ന കൂട്ടത്തിൽ നാം എണ്ണപ്പെടുവാൻ തക്കവണ്ണം നമ്മൾ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സേവിക്കണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തെ അനുസരിക്കുന്നതിലെ നോഹയുടെ ജയം. ഗ്ലോറി ടു ഗോഡ്. ഇന്ന് ദൈവസഭയുടെ ജയമാകട്ടെ. ഹല്ലേലൂയ. ജലപ്രളയത്തിന് മുൻപ് മെതുശലേഹിന് 969 വർഷം ദൈവം മെതുശലേഹിന്റെ ആയുസ് എന്ത് ചെയ്തു? കൂട്ടിക്കൊടുത്തു. അതൊരടയാളം. മെതുശലേഹ് മരണപ്പെടുമ്പോൾ ന്യായവിധി വരുമെന്നാണ് ആ പേരിന് തന്നെ അർത്ഥം. അതുകൊണ്ട് ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? മെതുശലേഹിന്റെ ആയുസിനെ ദൈവം എന്ത് ചെയ്തു? നീട്ടിക്കൊടുത്തു. മെതുശലേഹ് ഒരു അടയാളം. ആ അടയാളം നിങ്ങൾ കാണുമ്പോൾ തൊട്ടടുത്ത് എന്തുണ്ട്? ന്യായവിധി ഉണ്ട്. അന്തിമമായി കർത്താവിന്റെ അടുക്കലേക്ക് ശിഷ്യന്മാർ വന്നിട്ട് ലോകാവസാനത്തിനും അതിനനന്തരവും സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്തു ചോദിക്കുമ്പോൾ, കർത്താവ് പഴയ നിയമത്തിൽ മെതുശലേഹിനെ അടയാളമായി വച്ചിരിക്കുന്നത് പോലെ പുതിയ നിയമത്തിൽ ഒരു അടയാളമുണ്ട്. കർത്താവ് പറഞ്ഞ എന്താണ്? അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ.
ഇസ്രായേൽ ജനതയാണ് അത്തിയായിട്ട് എന്ത് ചെയ്യുന്നത്? ചിത്രീകരിച്ചിരിക്കുന്നത്. ആ അത്തിയെ നോക്കി എന്ത് ചെയ്യുവൻ? ഉപമ പഠിക്കുവൻ. ഹല്ലേലൂയ. മെഥൂശലഹിന് 969 വയസ്സ് നീട്ടിക്കൊടുത്തതിന് അനന്തരം ദൈവം ജലപ്രളയത്തിന് എന്ത് ചെയ്യുന്നു? ജനത്തെ ശിക്ഷ വിധിക്കുമ്പോൾ പുതിയ നിയമസഭയ്ക്ക് ദൈവം എന്ത് ചെയ്യുന്നു? പഴയ നിയമ കാലഘട്ടത്തിൽ മെഥൂശലഹ് പോലെ പുതിയ നിയമസഭ എങ്ങോട്ട് നോക്കണം? ഇസ്രായേലിനെ നോക്കണം. ദൈവത്തിന്റെ കഴിഞ്ഞ 2000 വർഷമായിട്ട് എന്ത് ചെയ്യുന്നു? ഗ്ലോറി ടു ഗോഡ്. ദൈവസഭ പണിയുമ്പോൾ ദൈവം കർത്താവിന്റെ വരവിന് അടയാളം ചോദിക്കുമ്പോൾ ആ അടയാളത്തിന് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? 24-ാമത്തെ അധ്യായം 32-ാം വാക്യം. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. ഗ്ലോറി ടു ഗോഡ്. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇസ്രായേൽ ഒരു രാഷ്ട്രമല്ലാതെ വണ്ണം AD 70 എന്ത് ചെയ്യുന്നു? ആക്രമിക്കപ്പെടുന്നു. അതിനുശേഷം അവർക്കൊരു രാഷ്ട്രമില്ലാതെ എന്ത് ചെയ്യുന്നു? അവർ ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ ആ ജനം എന്ത് ചെയ്യുന്നു? അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അതിന്റെ കാരണം എന്താണ്? യേശുക്രിസ്തുവിനെ ക്രൂശിക്കുമ്പോൾ അവർ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്: ഇതിന്റെ ശിക്ഷാവിധി ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വരട്ടെ. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡ അനുഭവിച്ചിട്ടുള്ള ഒരു സമൂഹമുണ്ടെങ്കിൽ അത് ഇസ്രായേൽ ജനതയാണ്. ഏറ്റവും കൂടുതൽ യുദ്ധം നേരിട്ടിട്ടുള്ള ഒരു സമൂഹമുണ്ടെങ്കിൽ അത് ഇസ്രായേൽ ജനമാണ്. ഇന്നും ഏറ്റവും കൂടുതൽ പോർവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ അത് ഇസ്രായേൽ ജനമാണ്. ഈ കാലഘട്ടത്തിൽ 92 ലക്ഷം യഹൂദ ജനമാണ് ഇസ്രായേലിലുള്ളത്. എന്നാൽ 240 കോടിയിൽ പരം ജനമാണ് എന്ത് ചെയ്യുന്നത്? ഒരുമിച്ച് ആക്രോശിക്കുന്നത് ഈ ജനത്തെ ഭൂമുഖത്ത് നിന്ന് തന്നെ എന്ത് ചെയ്യണം? നീക്കിക്കളയണം. കർത്താവ് വിളിച്ചു പറഞ്ഞ എന്താണ്? ഈ തലമുറ എന്ത് ചെയ്യത്തില്ല? ഒഴിഞ്ഞു പോകയില്ല എന്ന് പറയുമ്പോൾ ഈ തലമുറയെ പൂർണ്ണമായും ഉന്മൂലനാശം ചെയ്യണമെന്നുള്ള രീതിയിൽ അതിൻ്റെ മൂവ്മെന്റുകൾ വരുമ്പോൾ ദൈവസഭ എന്ത് ചെയ്യണം? ഓർത്തുകൊള്ളണം, കർത്താവിന്റെ വരവാസന്നമാണ്. ദൈവസഭ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് കിട്ടും, ഇത് കിട്ടും, എല്ലാം കിട്ടുമെന്നുള്ള കാര്യമാണോ കാത്തിരിക്കേണ്ടത്? ദൈവസഭ കാത്തിരിക്കേണ്ടത് ഒരൊറ്റ കാര്യമാണ്: യേശുവിന്റെ വരവ്. കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്നതാണ് സഭ. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുന്നതാണ് ശുശ്രൂഷ. ഗ്ലോറി ടു ഗോഡ്. ജനം എടുക്കപ്പെടേണ്ടുന്നതിന് പെട്ടകം നോഹ ഒരുക്കിയതുപോലെ അന്ത്യകാലഘട്ടത്തിൽ ഒരുക്കപ്പെടുന്ന ദൈവത്തിന്റെ സഭ പെട്ടകം ജലപ്രളയത്തിൽ സംരക്ഷിക്കപ്പെട്ടതുപോലെ സംരക്ഷിക്കപ്പെടും. ദൈവത്തെ പ്രസാദിപ്പിച്ച് കൂടെ നടന്ന ഹാനോക്കിനെ പോലെ ദൈവസഭ എടുക്കപ്പെടും. ദൈവത്തെ പ്രസാദിപ്പിച്ച് ആരാധിച്ച ഹാബേലിനെ പോലെ നിത്യമായി ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവസഭയ്ക്ക് ഇടയാകും. എന്തൊരനുഗ്രഹിക്കപ്പെട്ട പദവിയാണ്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ വരാനുള്ളവൻ വരുമ്പോൾ തന്നോടുകൂടെ ജീവിക്കും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ഏത് കാര്യത്തിൽ നിന്ന് പിന്മാറുന്നവൻ? കർത്താവിൻ്റെ വരവിൽ നിന്ന്, അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൽ നിന്ന്, ആ വിശുദ്ധീകരണത്തിൽ നിന്ന്, അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ നിന്ന് പിന്മാറുന്നവനിൽ ദൈവത്തിന് പ്രസാദമില്ല. ഗ്ലോറി ടു ഗോഡ്. അടുത്ത വാക്യം പറയുന്നു: നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലുള്ളവരല്ല. ഏത് നാശം? ലോകത്തിൽ പറയുന്ന നാശമല്ല. നിത്യമായ നരകമെന്നുള്ള, രണ്ടാം മരണം എന്നുള്ള നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലുള്ളവരല്ല നാം. വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ഞങ്ങൾ എണ്ണപ്പെടുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങളുടെ വിശ്വാസം എന്താണ്? ആശിക്കുന്നതിന്റെ ഉറപ്പ്. ഞങ്ങൾ അവന്റെ വരവിനെ ആശിച്ച് കാത്തിരിക്കുകയാണ്. അത് ലോകം ഇതുവരെ കണ്ടിട്ടില്ല. കാണാത്ത കാര്യത്തിൽ എനിക്കൊന്നുണ്ട്, നിശ്ചയമുണ്ട്. വിശ്വാസത്തോടുകൂടി ഹാബേൽ ആരാധിച്ചതുപോലെ സമർപ്പണത്തോടുകൂടി ആരാധിപ്പാൻ നമ്മൾ തയ്യാറാണോ? ഹാനോക്ക് ദൈവത്തോട് പടിപ്പടിയായിട്ട് ചേർന്ന് നടന്ന് അവനെ കാണാതായതുപോലെ നാം കർത്താവിനോട് ചേർന്ന് നടന്ന് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടാൻ കാത്തിരിക്കുന്നവരാണോ? ഗ്ലോറി ടു ഗോഡ്.
ഹല്ലേലൂയ. ഹാനോക്കിന് ദൈവം, നോഹയ്ക്ക് ദൈവം എന്ത് ചെയ്തു? ഒരു ദൗത്യം കൊടുക്കുന്നു. അപ്പൊ വിശ്വാസത്തിന് ആരാധനയുണ്ട്. വിശ്വാസത്താൽ ദൈവത്തോട് ചേർന്ന് നടക്കാൻ കഴിയും. വിശ്വസിക്കുന്നവരാൽ ചില പ്രവർത്തികൾ ചെയ്യാൻ കഴിയും. കർത്താവിന്റെ സഭ പണിയുന്ന ദൗത്യം വിശ്വസിക്കുന്നവർക്കേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഗ്ലോറി ടു. ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള വിശ്വാസമാണ് നമുക്ക് എന്ത് ചെയ്യാൻ ഉണ്ടാകാനുള്ളത്. ദൈവ ഇഷ്ടം ചെയ്യാനുള്ള വിശ്വാസമാണ് നമുക്ക് എന്ത് ചെയ്യാൻ ഉണ്ടാകാനുള്ളത്. അല്ലാതെ എൻ്റെ ഇഷ്ടം ദൈവം ചെയ്തു തരേണ്ടുന്നതിന് ദൈവത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. തെറ്റായ വിശ്വാസമാണ്. ഗ്ലോറി ടു ഗോഡ്. ദൈവ വാഗ്ദത്തങ്ങൾ, വചനങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? വച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക? വിശ്വസിക്കുക. ദൈവത്തിന്റെ കരുണയിലാണ് നമുക്ക് തരുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ. തൻ്റെ കരുണയിൽ നിന്നും, തൻ്റെ സ്നേഹത്തിൽ നിന്നും, തൻ്റെ വിശ്വസ്തതയിൽ നിന്ന് ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നു? നന്മകൾ തരുന്നു. ദൈവം എല്ലാവർക്കും സൽഗുണപൂർണനാണ്. പ്രപഞ്ചത്തെ ദൈവം വിശ്വാസികൾക്ക് മാത്രമാണോ വച്ചിരിക്കുന്നത്? മഴ ദൈവം വിശ്വാസികൾക്ക് മാത്രമാണോ വച്ചിരിക്കുന്നത്? സൂര്യനെ ദൈവം വിശ്വാസികൾക്ക് മാത്രമാണോ വച്ചിരിക്കുന്നത്? ശ്വാസം വിശ്വാസികൾക്ക് മാത്രമാണോ വച്ചിരിക്കുന്നത്? മക്കൾ യഹോവ നൽകുന്ന ദാനം വിശ്വാസികൾ മാത്രമാണോ എന്താണ് പുത്രസന്തതികൾ എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്നത്. ദൈവം ഇല്ലാത്തവർ എന്ത് ചെയ്യുന്നു? ദൈവം സൽഗുണപൂർണനാണ്. പക്ഷെ നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ മാർഗം മറ്റൊന്നാണ്. ഗ്ലോറി ടു ഗോഡ്. യേശുക്രിസ്തുവിലൂടെ അല്ല നമുക്ക് നിത്യജീവൻ അവകാശമാക്കാൻ കഴിയുന്നത്. വിശ്വാസത്തിന്റെ ആരാധന വളരെ പ്രസക്തിയാണ്. വിശ്വാസത്തോടു കൂടിയ യാത്ര വളരെ പ്രസക്തിയാണ്. വിശ്വാസത്തോടു കൂടിയ പ്രവൃത്തി നോഹ ചെയ്തതുപോലെ കഴിഞ്ഞ നാളുകളിൽ ഒരുപക്ഷെ ദൈവസഭയുടെ പ്രവൃത്തികളിൽ വ്യാപൃതരായിരുന്ന അനേകർ ഒരുപക്ഷെ വചനം കേൾക്കുന്നുണ്ടാവും. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ ചില തിക്താനുഭവങ്ങൾ നിമിത്തം, ചില മടിപ്പുകൾ നിമിത്തം ദൈവപ്രവൃത്തികളിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുന്നവരുണ്ടാവും. ഗ്ലോറി ടു ഗോഡ്. ഈ വചന നിമിത്തം ദൈവത്തെ ആരാധിക്കുന്നതിലും ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിലും ദൈവം ഏൽപ്പിക്കുന്ന ദൈവപ്രവൃത്തിയായ ദൈവസഭ പണിയുന്ന, ദൈവരാജ്യം പണിയുന്ന, സുവിശേഷ വേലയിൽ വ്യാപൃതരാകുന്ന ആ കമ്മിറ്റ്മെന്റിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, കർത്താവിൻ്റെ മഹത്വം അനധിവിദൂര ഭാവിയിൽ ഞാനും നമ്മൾ ഓരോരുത്തരും നമ്മളായിരിക്കുന്ന ദൈവസഭയും കാണും. നമ്മുടെ പ്രത്യാശ ജീവനുള്ള പ്രത്യാശയാണ്. ആ ജീവനുള്ള പ്രത്യാശ നമ്മെ നിത്യതയിലേക്ക് നമ്മെ എത്തിച്ചേർക്കുന്നതാണ്. ദൈവസന്നിധിയിൽ നമുക്ക് എണീറ്റെന്ന് കർത്താവിന് എല്ലാ സ്തുതിയും സ്തോത്രവും പുകഴ്ചയും മഹത്വവും ഘനവും അർപ്പിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ.